ചേട്ടാ, കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീ അബിൻ വർക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്റെ ആറന്മുളയിലെ തന്റെ മണ്ഡലത്തിലെ ഒരു കോളേജിലേക്ക്, കോഴഞ്ചേരി കോളേജിലേക്കാണ് ചെല്ലുന്നത്. ഈ വോട്ട് തേടിയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ കാണാനും മുതിർന്ന അധ്യാപകരെ കാണാനൊക്കെയാണ് പോയത്. പോയ സമയത്ത് അവിടുത്തെ SFI പ്രവർത്തകർ പ്രകോപിതരായിട്ട് അദ്ദേഹത്തിനെ തടയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്ര പ്രകോപനം ഉണ്ടാക്കാനായി അവിടെ എന്താണ് നടന്നതെന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും. അതായത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്നൊരു സംഭവം ഓർമ്മയുണ്ടല്ലോ. ഈ കണ്ണൂർ ടൗണിൽ നമ്മുടെ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അതേ മണ്ഡലത്തിൽ അവരുടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് TO മോഹനൻ മത്സരിക്കുന്നു. അദ്ദേഹം ഇന്നലെ തോട്ടട പോളിടെക്നിക്കിൽ വോട്ട് ചോദിച്ച് ചെല്ലുന്നു. അവിടെ SFI പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്നു. വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, ആക്രോശിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയ മര്യാദകൾ മാറ്റിവെച്ച് ഈ SFI കുട്ടികൾ അടിയുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതൊരു പോളിടെക്നിക്കൽ കോളേജിൽ ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്ന് കോഴഞ്ചേരി കോളേജിലേക്ക് അബിൻ വർക്കി ചെല്ലുന്നത് വെറുതെ അല്ല. അത് പറയുന്ന പ്രിൻസിപ്പളുടെ അനുവാദവും ഒക്കെ വാങ്ങിക്കൊണ്ടാണ്. അവിടെ ഈ 24 വയസ്സ് 25 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകർ എല്ലാവരോടും വോട്ട് ചോദിക്കാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ചൂരൽമല അവിടെ ഉണ്ടായ ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് കാശി പിരിച്ചു, കോൺഗ്രസ് കാശി പിരിച്ചിട്ട് അവിടെ വീട് വെച്ച് നൽകിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ സമയമോ സന്ദർഭത്തിനെയോ ഒരു വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ വളയുന്നു. അദ്ദേഹം വരുമ്പോൾ KSUക്കാർ അബിൻ വർക്കിക്ക് ഇംഗുലോ വിളിക്കുന്നു. അവരെ പ്രോത്സാഹനം. കയ്യിൽ കത്രിക ഉണ്ടായിരുന്നോ ചേട്ടാ? അറിയില്ല. അതായത് ഇപ്പോ അവരുടെ സിമ്പിൾ അതാണല്ലോ. ആറന്മുളയില് വീണ ജോർജിനെതിരെയല്ലേ മത്സരം? തീർച്ചയായിട്ടും അത് തിരിച്ചവർ കാണിക്കേണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ച കത്രിക ഉണ്ടായിരുന്ന ആരെ കയ്യിലാണെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. കത്രിക അല്ല, വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകരായിരിക്കുമല്ലോ അബിൻ വർക്കിയെ തടയുന്നത്. SFI പ്രവർത്തകരല്ലേ? അപ്പോ അവർ തടയേണ്ടത് കത്രിക കയ്യിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് നമുക്ക് വീണ ജോർജിന്റെ പാർട്ടി ചിഹ്നം മാറ്റിയിട്ട് കത്രിക കൊടുക്കണം. അല്ല, അതായിരുന്നുവെങ്കിൽ പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ കുറച്ചും കൂടി എളുപ്പമായേനെ. കാരണം അവിടെ ഇപ്പോ 2 പേരിലാണല്ലോ വീണ ജോർജ് അറിയപ്പെടുന്നത്. ഒന്ന് കത്രിക വീണ ജോർജ് എന്നും അതോടൊപ്പം തന്നെ ഉളുക്ക് വനിത, ഉരുക്ക് വനിത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉളുക്ക് വനിത, ഈ രീതിയിലാണ് വീണ ജോർജിനെ അവിടെ മറ്റൊരു പേരിൽ കടന്നുപോയില്ലേ അതൊക്കെ? അല്ല, ഇത് കാരണം നമ്മള് ആരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അവരെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും കൂടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അവരുടെ ചിഹ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റിക അരിവാൾ നക്ഷത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് പകരം ഈ കത്രിക കാണിച്ച പാർട്ടി നക്ഷത്രവും മറ്റേത് പ്രതിനിധി നക്ഷത്രവും. ഏതായാലും SFIക്കാർ വരുന്നു. SFIക്കാർ ഈ ചൂരൽമലയിലെ പൈസ തട്ടിയവരല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുന്നു. പിന്നെ ഈ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് KSU പ്രവർത്തകർ പിന്നെ ഈ വീണ ജോർജിനെ തടഞ്ഞു എന്ന് പറഞ്ഞ വിഷയം ഇങ്ങനെ അതിൻ്റെ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത ഒരാൾ ഈ പറയുന്ന അബിൻ വർക്കി കൂടെയാണ്. അപ്പോൾ ഏതായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ SFI ഒരു അഴിഞ്ഞാടലാണ് നടത്തുന്നത്, അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത്. ഇതാണോ ഒരു സാധാരണ ഒരു മര്യാദ, ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഇന്നലെ കാണുമ്പോഴത്തേക്ക് ആശയം കൊണ്ട് പോരാടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഈ വടിവാളുകളുമായി എടുത്തു വരുന്നത്, അല്ലെങ്കിൽ സംസ്കാരരഹിതമായ രീതി എന്ന് പറയുന്നത്. എന്നാൽ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു ഭയം തോന്നിയാൽ മാത്രമല്ലേ നമുക്ക് തിരിച്ച് ആക്രോശിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. ഈ ഭയപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലായും ആക്രോശിക്കുന്നതും. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ഈ സർവൈവൽ മോഡ് ഉണ്ടല്ലോ, ഭയം, തന്റെ ഉള്ളിലെ ഭയം മറ്റൊരാൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഈ ദേഷ്യത്തിന്റെ ഒരു പുറമോടി എടുത്തിടുന്നത്. അല്ലാതെ ആൾക്കാരെ കണ്ടു നോക്കൂ, വളരെ കൂളായിട്ട് അവർക്ക് പെരുമാറാൻ സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് തന്നെയാണ് ഇപ്പോ ഇത് അവർ പഠിപ്പിച്ചു കൊടുത്ത ഒരു രീതി തന്നെയായിരിക്കും. ആര് വന്നു കഴിഞ്ഞാലും ആശയങ്ങൾ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പോരാടാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്തുള്ള ആളെ വരാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ഈ നമ്മുടെ ഭാഷ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്താവനകൾ കൊണ്ട് അവരെ പിടിച്ചിടാതെ ആയുധം കൊണ്ടും അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചുകൊണ്ടും തടഞ്ഞുകൊണ്ടും മാത്രം അവരെ അല്ലെങ്കിൽ നിർത്തിപ്പോരുക. ഇതാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. ആ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമില്ല ഇത്തരം അക്രമ രാഷ്ട്രീയം തുടർന്നു കൊണ്ടുപോകുന്ന പ്രവർത്തകർ ചെയ്യുന്നത്. പക്ഷെ എല്ലാവരെയും നമുക്ക് ആ ഗണത്തിൽ പെടുത്താനും സാധിക്കില്ല. അക്രമ രാഷ്ട്രീയം
അല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുമുണ്ട്. പക്ഷെ എന്നാലും ചിലർ ഇവർക്ക് അപമാനമാണ്. ഇത്തരത്തിൽ അവർ വളരുന്ന അല്ലെങ്കിൽ അവരുടെ സംസ്കാര രീതി അനുസരിച്ചിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും മറന്നു പോകുന്നു. ഇവരുടെ മനസ്സിൽ ഇത് ക്യൂബയോ അത്തരത്തിലുള്ള മറ്റേതോ രാജ്യമാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് തോന്നിപ്പോവും. അല്ലെങ്കിൽ അതായി പരിവർത്തനപ്പെടുത്താനുള്ള ഓട്ടപ്പാച്ചിലാണോ എന്ന് മനസ്സിലാവുന്നില്ല. അത്തരത്തിലുള്ള നിലപാടുകളാണ് മുകളിലിരിക്കുന്നവർ വേണ്ട രീതിയിൽ ഉപദേശം ഇവർക്ക് കൊടുക്കണം. ഇത്തരം ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഈ തലമുറയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് കാലാകാലങ്ങളായി ഇത്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതേപോലെ ഒരാൾ വോട്ട് തേടി വരുന്നത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനല്ലല്ലോ, വോട്ട് അഭ്യർത്ഥിക്കാനല്ലേ വരുന്നത്. അതും അവിടുത്തെ അനുമതിയോടെ തന്നെ വരുന്ന അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തടയാൻ ആരാണ് ഇത്തരത്തിലുള്ള അധികാരം തന്നിട്ടുണ്ടായിരുന്നത്? ഓക്കെ, നിങ്ങളുടെ പ്രതിഷേധാർഹമായി നിങ്ങൾ തടയുന്ന രീതിയായിരിക്കാം അത്. പ്രതിഷേധത്തിന്റെ അപ്പുറത്തേക്കും ഈ ചൂരൽമല വിഷയത്തിൽ നിങ്ങൾ തടയുമ്പോൾ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചോദിക്കേണ്ട വിഷയമാണ്, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തന്നെ നേതാവിന്റെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അതും നമ്മുടെ രാജ്യത്ത് തന്നിരിക്കുന്ന ഒരു അവകാശം തന്നെയല്ലേ. അപ്പൊ ആ ഒരു അവകാശം അത് വേണ്ടതാനും. പക്ഷെ ഇപ്പുറത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം, അവിടെ പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭങ്ങളിലേക്കോ അല്ലെങ്കിൽ അയാൾ ഇവിടെ കടത്തില്ല എന്നൊക്കെ രീതിയിൽ പറയാനായിട്ട്. തീർച്ചയായിട്ടും ഒരു സമ്മതിദാന അവകാശമാണ് അദ്ദേഹം തേടി അവിടെ കോളേജിൽ ചെന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിന് എന്തെങ്കിലും പറഞ്ഞൊരു കാരണം കൊണ്ട് പിന്നെ തടയുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഇതിന്റെ പേരിൽ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിന്റെ ചേതോ വികാരം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല. നമ്മൾ പറയുമല്ലോ, ഈ മുംബൈ നടക്കുന്ന ഗോവ് തന്റെ പിമ്പേ നടക്കും ബഹുഗോക്കളെല്ലാം എന്നൊരു പഴഞ്ചൊല്ല് പറയില്ല. അതുപോലെ ഈ പറയുന്ന രീതിയിൽ ഇവരുടെ നേതാക്കളൊക്കെ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം അവർക്ക് ഈ SFI കുട്ടികളെ നിലയ്ക്ക് നിർത്തിക്കൂടെ? എന്തിനും ഏതിനും സമരം. ഇപ്പൊ ഒരു വോട്ട് ചോദിച്ച് ചെല്ലുന്ന ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ഈ വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സമ്മതിദാന അവകാശം ചോദിച്ച് ചെല്ലുന്ന സ്ഥലത്ത് ഇൻക്ലാബ് വിളിച്ച് ആ ഒരു വരുന്ന സ്ഥാനാർത്ഥിയെ തടയുക എന്ന് പറയുന്നത് എൻ്റെ ഈ പ്രായത്തിനിടയിൽ രാഷ്ട്രീയം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ്, കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഹുങ്കാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ആരും ഞങ്ങളെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ചോദിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ആതിരപ്പം പറഞ്ഞല്ലോ, അതായത് അവരുടെ മന്ത്രി കാട്ടിയ ആ പ്രശ്നങ്ങൾ, അതിന് നിങ്ങളുടെ യുവജന വിഭാഗം ഇവിടെ ഈ ഭരണകാലത്ത് എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി, എന്തെല്ലാം സർക്കാരിനെ വിമർശിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടായി. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ഒരു ചെറുവിരൽ ഈ യുവജന സംഘടനകൾ പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? കുട്ടി സഖാക്കൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇവർ പറയുന്നത്? അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണാനുള്ള കാഴ്ച അവർക്കുണ്ടാവില്ല, അത് മനസ്സിലാക്കാനുള്ള ആശയബോധം അവർക്കുണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഏകനീതി എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ തന്റെ പാർട്ടി പറയുന്നത് മാത്രമാണ് വേദവാക്യമെന്ന് കാണുന്നവരുടെ മുന്നിലേക്ക് നമ്മൾ എത്ര കാര്യങ്ങൾ തുറന്നു കാണിച്ചു കഴിഞ്ഞാലും അവർക്കതൊന്നും കാണാൻ സാധിക്കില്ല. അതിനൊക്കെ 100 അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ വീണ ജോർജിന്റെ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അവർ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ പിഴവുകളെ പറ്റി പറയും. അതിന്റെ അർത്ഥം എന്താണ് ചേട്ടാ? ആ ഒരു രീതിയെ പറ്റി മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ അവരുടെ ഭരണകാലത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ പണ്ടും ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ആവുന്നത് ശരിയാണോ? അത് മാത്രമല്ല, പണ്ട് ഇങ്ങനെ ആയെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഭരണം നിങ്ങൾ കാഴ്ചവെക്കണം. അതിനുവേണ്ടിയാണ് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതിന്റെ അപ്പുറത്തേക്കും ഇത്രയും പിഴവുകൾ ഇവിടെ ഉണ്ടാകുന്ന സ്ഥിതി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം അവർ മിണ്ടുന്നില്ല. അവർ 1990 കാലം പറയുന്നു, 80 കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം 2000 ഓക്കെ സമ്മതിക്കാം, 2016 ആ 16 മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 16 ശേഷം അവർക്ക് ഇങ്ങോട്ട് വണ്ടി കിട്ടിയില്ലേ? അതാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത്. 16 വരെയുള്ള കാര്യങ്ങൾ നിർത്തിയിരിക്കുകയാണ്. 16 കഴിഞ്ഞിട്ട് പിന്നീട് 10 വർഷം ഭരിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ പാർട്ടി ആയതുകൊണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാണാൻ അവർക്ക് സാധ്യമല്ല. അതിനുശേഷമുള്ള വണ്ടികൾ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ അവർക്ക് 10 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അതിലെ കുറ്റവും കുറവും പിന്നെയും പറയുക. ഇപ്പോൾ നടക്കുന്ന സമകാലിക വിഷയങ്ങൾ അവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഈ അടുത്തിടയ്ക്ക് ചിന്താ ജെറോമും മറ്റുമൊക്കെ കൊല്ലത്ത് നടത്തിയ ഒരു പ്രകടനം നമ്മൾ കണ്ടായിരുന്നു. അവർ വിളിച്ചത് എന്തായിരുന്നു? സ്ത്രീവിരുദ്ധ പരാമർശമാണ് അവർ വിളിച്ച ഇൻകുലാബിലുണ്ടായിരുന്നത്. ശരിക്കും എന്തിനു വേണ്ടിയാണ് ഈ സമരം നടത്തുന്നതെന്ന് ഓർക്കുക പോലും ഉണ്ടായില്ല ചിന്താ ജെറോമൊക്കെ, അല്ലെ? എന്താണ് അവർ കാട്ടിക്കൂട്ടിയത്? അപ്പോൾ തലയ്ക്ക് വെളിവും ബോധവും ഇല്ലാത്ത ഒരു കൂട്ടം പേരാണോ ഇപ്പോൾ ഈ CPM എന്ന് പറയുന്ന സംഘടനയുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ ഉള്ളതെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്.
അല്ലെ? DYFI എന്ന് പറയുന്നത് യുവജന പ്രസ്ഥാനമായിരുന്ന സമയത്ത് അതിൽ നിന്ന് വന്ന നിരവധി പേരാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കളിലുള്ളത്. അവരടങ്ങുന്ന ആ ഒരു അവർ നയിച്ചു വന്നൊരു പ്രസ്ഥാനത്തിന് ഇന്ന് വന്നിരിക്കുന്ന മാറ്റമാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അധികാരത്തിന്റെ ഹുങ്ക് വിട്ടൊഴിഞ്ഞു പോകാൻ ആ ഒരു ഹുങ്ക് ഇപ്പോഴും ഈ പിന്നെ SFI DYFI പിള്ളേർ കാണിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് ഉപോത്ബലകമായി താങ്ങ് നൽകുന്നത് ഈ പറയുന്ന നേതൃത്വം തന്നെയാണ്. പിണറായി വിജയൻ സർക്കാർ, ആഭ്യന്തര വകുപ്പ് എന്ത് കാട്ടിയാലും തങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, തങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. വോട്ട് ചോദിച്ചു ചെല്ലുന്ന ഒരാളിനോട് എവിടെ ചൂരൽമലയിലെ ചൂരൽമലയിൽ കാശ് കെട്ടവനല്ലേ, എന്തിന് നിങ്ങൾ ഇതിനകത്ത് കയറണം? തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. സ്വർണം കെട്ടത് ആരാണെന്ന് ചോദിച്ച സമയത്ത് സ്വർണം കെട്ടത് ഞങ്ങൾ മാത്രമല്ല എന്ന് പറയാൻ മാത്രമേ ചിലർക്ക് ഇവിടെ സാധിച്ചിട്ടുള്ളൂ. അത് നമ്മൾ സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരാൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല പങ്ക്. അവിടെ ഇപ്പോ CPM-ന്റെ ഭരണപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പറയുന്നത് അങ്ങ് അടൂർ പ്രകാശിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ മാത്രമേ പറയാർക്ക് പറ്റുള്ളൂ. പങ്കില്ല എന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരോട് അവർക്ക് ഇതൊക്കെ മാത്രമേ സാധ്യമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പറയാൻ വയ്യാത്തത് കൊണ്ട് ഇതൊക്കെ എഴുതി പഠിപ്പിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചേട്ടാ ഇതൊക്കെ 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 ഓൾറെഡി ഷെഡ്യൂൾ ചെയ്യുന്നതല്ലേ. ഈ സ്ഥാനാർത്ഥി എങ്ങോട്ടൊക്കെയാണ് അധ്യാപകർ വന്നാണ് ഈ തല്ല് ഒഴിവാക്കി വിട്ടത്. സ്ഥാനാർത്ഥി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ റൂട്ട് മാപ്പ് ഒക്കെ നേരത്തെ എല്ലാവർക്കും നേരത്തെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇവരുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടായിരിക്കും, ഇതാണ് പറയേണ്ടത്, നമ്മളുടെ വിഷയം ഇതാണ്, നമ്മൾക്ക് ചൂരൽമലയെ പറ്റി സംസാരിക്കാം, പിന്നെ ബാനർ ഇത് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ. അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകൾ എഴുതി കൊടുക്കുന്ന ശ്ലോകങ്ങളായിരിക്കും ഇതൊക്കെ. സ്ലോഗൻ എന്ന് പറയുന്ന ശ്ലോകം എന്ന് പറയാൻ കാരണം സ്ലോഗൻ എന്ന് പറയുന്നത് അത്രയധികം വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മറ്റത് ഏറ്റുപാടുന്ന കാര്യമല്ലേ. ആ രീതിയിൽ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആറന്മുളയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ്. വീണ ജോർജ് മുൻപന്തിയിൽ പലതും തോൽവി ഭയന്ന് ചെയ്യുന്നുണ്ട്. അബിൻ വർക്കി മുന്നേറി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുണ്ട്. കുമ്മനം രാജശേഖരനും അതിന്റെ കൂട്ടത്തിൽ പ്രചരണവുമായി മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം പിള്ളേരുടെ ഈ ഓലപ്പാമ്പെന്നും കണ്ട് കോൺഗ്രസ്സുകാർ പേടിക്കുന്നോ അബിൻ വർക്കി പേടിക്കുന്നോ കരുതണം. അല്ല, ഒരു സ്ഥാനാർത്ഥിയും പേടിക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ അബിൻ വർക്കി കറക്റ്റ് ഇടിച്ചാണ് നിൽക്കുന്നത്. ഇത് SFIക്കാർ കാണിച്ചിട്ടുണ്ടെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും ഭരിക്കുന്ന പാർട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഹീറോയിസം ഒന്നുമല്ല. ഇത് വെറും ഒരു ചീപ്പ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊരു ഒരു സ്ഥാനാർത്ഥിയും ഇതിൽ പതറാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആരും പതറുകയുമില്ല. തീർച്ചയായും. എന്തായാലും ആറന്മുളയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൊഴുക്കട്ടെ. ഇനി വരും ദിവസങ്ങളിലും ഇത്ര വ്യത്യസ്തപരമായിട്ടുള്ള പലതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു.